ഏക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർത്തമറിയം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ ഈ ഉയർപ്പ് പെരുന്നാളിന് ശേഷം ഒരുമിച്ച് കൂടുവാൻ നമ്മെ ദൈവം അനുവദിച്ചുവല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് സ്തുതിച്ചുകൊണ്ട് വിശുദ്ധാത്മാവെ ഈ പ്രാർത്ഥനയെ നയിക്കണമേ എന്ന് അപേക്ഷിക്കാനുമായും ഏറ്റവും ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ പ്രാർത്ഥന ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ ആമേൻ. ദൈവമായ കർത്താവെ, ഉയർപ്പിന്റെ പ്രത്യാശയിലും സന്തോഷത്തിലും നിന്റെ സന്നിധിയിൽ നിന്ന് സമാധാനം പ്രാപിച്ചു പുതിയ അനുഭവത്തിലേക്ക് ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് വഴി നടത്തണമേ. ഞങ്ങളെ കൂടിവരവ് അനുഗ്രഹത്തിനായി തീരണമേ. കേൾക്കുന്ന വചനങ്ങൾ 30, 60, 100 മേനിയായി ഫലം കായ്പാൻ ഇടയാകണമേ. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. രോഗത്തിലും ദുഃഖത്തിലും പട്ടിണിയിലും പ്രയാസത്തിലും സാമ്പത്തിക ഞെരുക്കങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും കിടന്ന് ഉഴലുന്നവരെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നീ സ്വർഗീയ വൈദ്യനാകുന്നു. അവിടുന്ന് അസാധ്യമായി ഒന്നുമില്ലെന്ന് അറിയുന്നു. സകലത് നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേക കർത്താവെ, യുദ്ധത്തിന്റെ ഗഡുതയിൽ കഴിയുന്ന അയൽ രാജ്യങ്ങളെ തിരുസന്നിധിയിൽ തരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നു. സമാധാനവും സന്തോഷവും നൽകി അവിടുന്ന് തന്നെ അതിന് പരിഹാരം നൽകണമേ. നിരപരാധികളായ പാവപ്പെട്ട ജനങ്ങൾ കൊല്ലപ്പെടുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങൾ നഷ്ടപ്പെടുന്നു. പട്ടിണിയിലും പരിവട്ടത്തിലേക്കും രാജ്യങ്ങൾ നീങ്ങും. നിന്റെ സമാധാനം അതിന്മേൽ വർഷിക്കണമേ. നീ തന്നെ ഇടപെട്ട് അതിനെ ശാന്തമാക്കണമേ. മറ്റനേക ഇടങ്ങളിൽ യുദ്ധങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾ നടക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിന്റെ ഉയർപ്പിന്റെ പ്രത്യാശ സമാധാനമാണല്ലോ. ആ സമാധാനം എല്ലാവർക്കും ലഭിക്കാൻ തക്കവണ്ണം ഇടയാകണം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിപ്പാനും അതിലൂടെ ലഭിക്കുന്ന സമാധാനം, നീ ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് നൽകിയ സമാധാനം, നിന്റെ സമാധാനം ലോകം തരുന്ന സമാധാനമല്ലല്ലോ. അതുകൊണ്ട് സകലരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെ അനുഗ്രഹിക്കണമേ. പട്ടക്കാരെ അനുഗ്രഹിക്കണമേ. ദൈവിക ശുശ്രൂഷകരെ അനുഗ്രഹിക്കണം. ഭദ്രാസനത്തെയും ഭദ്രാസനത്തെ നേർത്തു നിൽക്കുന്ന മെത്രാപ്പോലീത്തായും തിരുസന്നിധിയിൽ തരുന്നു. നിങ്ങൾ എല്ലാ പ്രസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. വാങ്ങിപ്പോരെ അബ്രഹാമെ പോലെ വസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണുവാനിടയാകണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർക്കും കൊസ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. നാം ശുദ്ധീകരിക്കപ്പെടുവാനും സൗഖ്യപ്പെടുവാനും ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും ഈ തന്നിരിക്കുന്ന സമയത്ത് സഹായിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുൻപിട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ യുദ്ധത്തിന്റെ കെടുതിയിലിരിക്കുകയും ഈ യുദ്ധ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം കർത്താവ് എല്ലാവർക്കും സമാധാനം എന്ന് പറഞ്ഞ സമയത്ത് കർത്താവ് ഇപ്പോൾ നമ്മുടെ ഇടയിലും പ്രത്യക്ഷപ്പെട്ട് ആഗതനായി നമുക്കും സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകമെമ്പാടും സമാധാനം കൽപ്പിക്കണമേ. യുദ്ധത്തിന്റെ കെടുതിയിൽ നമ്മെ രക്ഷിക്കണമെന്ന് നമുക്ക് ഈ ചെറിയ കൂട്ടത്തിന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഡാലസ് റീജിയനാണ് ഈ പ്രാർത്ഥന നയിക്കുന്നത്. നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും, നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു. ഞങ്ങൾ നിന്റെ കൈപ്പണി, ഞങ്ങളോട് കോപിക്കരുതേ, അകൃത്യങ്ങളൊന്നും ഓർക്കരുതേ. നാം വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉത്തരമെല്ലാം വാഗ്ദത്തം ചെയ്ത കർത്താവിനോട് നാം അപേക്ഷിക്കുന്നു. ഡാലസ് റീജിയനിലെ എല്ലാ ദൈവാലയങ്ങളിലും ബഹുമാനപ്പെട്ട അച്ഛന്മാര്, കൊസ്മമാര്, മർത്തമറിയം സമാജം ഭാരവാഹികള്, നമ്മുടെ ഈ മർത്തമറിയം സമാജത്തിന്റെ തുടങ്ങിയ കാലം മുതലുള്ള എല്ലാ ഭാരവാഹികള് ഇന്ന് പ്രത്യേകിച്ച് ധ്യാന പ്രസംഗത്തിനായിട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛൻ തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വേദോത്സവം വായിച്ച് പ്രിയപ്പെട്ട ലാലി വടുത്തേടം
പ്രിയപ്പെട്ട ആൻ മാത്യു, എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് പ്രാർത്ഥന സമർപ്പിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട നസീർ തങ്കം ബാബു പാട്ട് പാടുന്നതായിരിക്കും. ഹലോ, കേൾക്കാമോ? കേൾക്കാം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ, ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാൽ, ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. യോർദാൻ സമമനശോധനയിലും താണു വീണു പോകാതെ, ആർപ്പിൻ ജയധ്വനിയോട് കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം. ആർപ്പിൻ ജയധ്വനിയോട് കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ, ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. താങ്ക് യു. പ്രിയപ്പെട്ട റെനിയും മോഹനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ പാടിപ്പോഴ്ത്തുന്നതും എല്ലാ ശോധനയിലും കർത്താവിനെ ഭൂമിയിലെങ്ങും ഘോഷിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്വമാണെന്നുള്ളത് നമ്മൾ പാടി സ്തുതിക്കുന്നതും എപ്പോഴും ആവശ്യമാണെന്നുള്ളത് പാട്ടിൽ കൂടി നാം കേട്ടുവല്ലോ. ഇപ്പോൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. എല്ലാവരും വേദോത്സവം ഒരുപോലെ തുറന്നു വെച്ച്
പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് ശ്രദ്ധിക്കണമേ. പരിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 3 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 15 3 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ട റെനി മോഹൻ വായിക്കുന്നതായിരിക്കും. ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. പാട്ട് പാടിയത് നസീബ് തങ്കം ബാബുവാണ്. പ്രിയപ്പെട്ട നസീബ് തങ്കം ബാബുവിനെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വേദപുസ്തകം വായിക്കാൻ പോകുന്നത് റെനി മോഹനാണ്. റെനി മോഹൻ വായിക്കണമേ. കേൾക്കാമോ? കേൾക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ബാർക്കുമോർ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തോലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ബാർക്കുമോർ. പ്രിയപ്പെട്ട റെനിമോനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൗമ പ്രാർത്ഥനയും അനുതാപ പ്രാർത്ഥനയും ബന്ധപ്പെട്ട ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഒരുങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളുടെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിന്റെ ഓർത്ത് മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. കർത്താവെ, നീ എന്നേക്കുമുള്ളവനാകുന്നു. നിന്റെ സിംഹാസനം തലമുറ തലമുറയായി നിലനിൽക്കുന്നതുമാകുന്നു. എന്നേക്കുമായി നീ ഞങ്ങളെ ഉപേക്ഷിക്കുകയും ദീർഘനാളുകൾ ഞങ്ങളെ നീ മറന്നു കളയുകയും ചെയ്യരുതേ. കർത്താവെ, നിങ്കിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കുകയും ഞങ്ങൾ തിരിഞ്ഞു വരികയും ചെയ്യുമാറാകണമേ. മുമ്പിലത്തെ നാളുകളെ ഞാൻ സൂക്ഷിച്ചു നോക്കിയതിൽ വ്യസനിക്കുന്നു. നീ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ സുഖമാക്കപ്പെടുകയും ചെയ്യണമേ. നീ എന്നെ രക്ഷിക്കുകയും ഞാൻ രക്ഷപ്പെടുകയും ചെയ്യണമേ. എന്തെന്നാൽ എന്റെ മഹത്വം നീയാകുന്നു. നീ എന്നെ നശിപ്പിക്കരുതേ. എന്നാലോ ദുർദിവസത്തിങ്കൽ നീ എന്റെ മേൽ വസിക്കണമേ. എന്നെ പീഡിപ്പിക്കുന്ന പിശാചുകൾ ലജ്ജിക്കുകയും ഞാൻ ലജ്ജിക്കാതിരിക്കുകയും ചെയ്യണമേ. നീ അവരുടെ മേൽ ദുർദിവസത്തെ വരുത്തരുതേ. ഒന്നിനിരട്ടിയായി ഞാൻ അവരെ തോൽപ്പിക്കുമാറാകണമേ. പുണ്യവാന്മാരെ ശോധന ചെയ്യുന്നവനും അന്തരേന്ദ്രിയങ്ങളെയും ഹൃദയത്തെയും നോക്കിക്കാണുന്നവനുമാകുന്ന ബലവാനായ കർത്താവേ, ഞാൻ എന്റെ സങ്കടങ്ങളെ നിങ്ങൾ ബോധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നീ അവരോട് ചെയ്ത പ്രതികാരത്തെ ഞാൻ കാണുമാറാകണമേ. ആമീൻ. ബഹുമാനപ്പെട്ട അമ്മച്ചിനെ പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തായി ഒരു പാട്ടോടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. മിസ് അന്ന ജോയ്. അന്ന ജോയ്. അന്ന ജോയ് ഉണ്ടോ? ഉണ്ട്, പക്ഷേ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അന്ന ജോയ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ആർക്കെങ്കിലും ഒരു പാട്ട് പാടാൻ? ആരെങ്കിലും ഒരു പാട്ട് പാടി? പരിശുദ്ധാത്മാവേ, നീയേഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയെ നിർഗമിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയെ നിർഗമിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യ ഗാനമേ. പരിശുദ്ധാത്മാവേ, നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ താടാകമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ താടാകമേ. മന്ദമായി വന്നു
വീശിയാനന്ദ തന്ന പൊന്നീളം തെന്നലേ രക്തസാക്ഷിക ആഞ്ഞു പോകിയ പുണ്യ ജീവിത പാദനീ പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. താങ്ക് യു. അനിയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എഴുന്നള്ളി നമ്മളെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നല്ലോ. വചനം നമ്മെ എല്ലാവരെയും ശുദ്ധീകരിക്കത്തക്കോണം, നമ്മെ എല്ലാം സംരക്ഷിക്കത്തക്കോണം. പ്രത്യേകിച്ച് ഈ ലോകത്തില് ഇപ്പോൾ ഭീതിയുടെ സമയമാകുമ്പോൾ ലോകത്തുള്ള എമ്പാടുമുള്ള മക്കൾക്ക് നമുക്ക് മാത്രമല്ല അനുഗ്രഹമാകുവാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, ഏറ്റവും ബഹുമാനപ്പെട്ട ഐസക് പ്രാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിന്റെ രക്ഷാകരമായ ഉയർപ്പിന് ശേഷമുള്ള നാളുകളിൽ നാം പ്രകാശത്തിന്റെ ദിവസങ്ങളിലൂടെ കടന്ന് ക്രിസ്തുവിന്റെ സമാധാനം പ്രാപിച്ച് മുൻപോട്ട് പോകുന്ന സമയമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ആദ്യ സന്ദേശമാണ് സമാധാനം എന്നുള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും സമാധാനമാണ്. ഈ സമാധാനത്തിന്റെ വ്യത്യാസത്തെ സംബന്ധിച്ച് കർത്താവ് വളരെ ഭംഗിയായി നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ നമുക്കറിയാം, ലോകത്തിന്റെ സമാധാനവും ക്രിസ്തുവിന്റെ സമാധാനവും തമ്മിൽ കാതലായ വ്യത്യാസമുണ്ട്. ഈ സമാധാനം എങ്ങനെ പ്രാപിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി മനുഷ്യർ അന്വേഷിക്കുന്നിടത്തോളം സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും അനുഭവങ്ങളുമാണ് നമ്മൾ ദിവസവും കേൾക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സമാധാനത്തിന് വേണ്ടി നോക്കിപ്പാർത്തിരിക്കുകയും അവൻ നൽകുന്ന സമാധാനത്തിന്റെ അനുഭവത്തിലൂടെ പോവുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ സമാധാനം നമുക്ക് കിട്ടും. നമ്മൾ അന്വേഷിക്കുന്നത് ലോകത്തിന്റെ സമാധാനമായതുകൊണ്ടാണ്. ഈ ലോകത്തിൽ എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാം, ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ അന്വേഷണമാണ് നമ്മെ അസമാധാനത്തിലേക്ക് വീണ്ടും വീണ്ടും നയിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമാധാനം, ആ സമാധാനം പ്രാപിച്ച് മുൻപോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സഭാ സമൂഹ ജീവിതങ്ങളിലൊക്കെ സമാധാനമുണ്ടാകും. പലപ്പോഴും ഒരു പ്രായമായ ഒരു അപ്പച്ചൻ ഒരു ദിവസം നാട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞു, അച്ഛാ, 6 ദിവസവും നമ്മൾ ലോകത്തിന്റെ പല കാര്യങ്ങളിൽ ഇടപെടും, 7-ാം ദിവസം അല്പം സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ദേവാലയത്തിൽ വരുന്നത്. പക്ഷെ അവിടെയും നമുക്ക് പലപ്പോഴും അസമാധാനത്തിന്റെ ചിത്രങ്ങളും അസമാധാനത്തിന്റെ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ നമ്മെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ലോക സമാധാനത്തെക്കാൾ ദൈവസമാധാനത്തിന്റെ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമുക്ക് പ്രാപിക്കുവാനും ഒരുപോലെ കഴിയുമ്പോൾ ഈ ലോകം മുഴുവൻ സമാധാനമുണ്ട്. അതില്ലാതെ പോകുമ്പോൾ നമുക്കുള്ള സമാധാനം കൂടി നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരും. അതുകൊണ്ട് ക്രിസ്തു നൽകിയ ഈ സമാധാനം പ്രാപിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശ് അച്ഛനാണ്. അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായി. കാരണം അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം ഈ MMVS വളരെ ശ്രേഷ്ഠമായി അച്ഛൻ നയിച്ച്
വേണ്ട നേതൃത്വം നൽകി എല്ലാ കാര്യങ്ങളിലും ഈ ഒരു പ്രസ്ഥാനത്തെ വളരെ ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ അച്ഛൻ ചെയ്ത സേവനങ്ങളെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അച്ഛൻ വളരെ തിരക്കിലാണ്, മറ്റു പല കാര്യങ്ങളിലും അച്ഛൻ തിരക്കിലാണ്. എങ്കിലും അച്ഛൻ ഇന്ന് നമ്മോട് സംസാരിക്കാം എന്ന് സമ്മതിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടു കൂടി ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ വാക്കുകൾ നമുക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അഭിമന്യ ഭദ്രാസന മെത്രാപ്പോലീത്ത തിരുമേനി, വന്ദനായ എബി എബ്രഹാം അച്ഛൻ, ഇതിന്റെ ചുമതലയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഇതിൽ പങ്കെടുക്കുന്നവരുമായ എല്ലാവരെയും ക്രിസ്തുയേശുവിൽ വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ പ്രഭാതത്തിന്റെ വന്ദനം അറിയിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു മുഖവുര പ്രിയപ്പെട്ട എബി അച്ഛൻ വളരെ ആഴത്തിൽ നിന്ന് തന്നെ സംസാരിക്കുകയും പരിശുദ്ധാത്മ നിറവിൽ നമ്മളായിരിക്കുവാൻ, ഈ പ്രകാശത്തിന്റെ ദിനങ്ങൾ നമുക്ക് സാധ്യമാകുവാൻ സമാധാനത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകിയത്. ഞാൻ തിരുവചന വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നെ ഇന്ന് ക്ഷണിച്ചതിനും ഒരവസരം കൂടി ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കപ്പെട്ടതിനും പ്രിയപ്പെട്ട അച്ഛനോടും അതിന്റെ ചുമതലപ്പെട്ടവരോടുമുള്ള സ്നേഹം അധികമായിട്ട് അറിയിക്കട്ടെ. MMVS പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹീതമായി കൂടുതൽ വർദ്ധിച്ച ശക്തിയോടുകൂടി നടക്കട്ടെ എന്നും ആമുഖവാക്കിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷം മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് സിനോപ്റ്റിക് ഗോസ്പൽ എന്ന പദവിയിൽ യോഹന്നാന്റെ സുവിശേഷം ഉൾപ്പെടുന്നില്ല. സമവീക്ഷണ സുവിശേഷങ്ങൾ ആകെ 3 അതിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാട് നൽകുന്ന പുസ്തകമാണ് 21 അധ്യായമുള്ള സെയിന്റ് ജോൺ, ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ. അതിനെ പലപ്പോഴും വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. അതുപോലെയാണ് ക്രിസ്തു. മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും, ഇത് രണ്ടും കൂടെയുള്ള ദൈവപുത്രനെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാൻ ഓരോ സുവിശേഷകന്മാരും ഏവൻഗേലിയോസ്തന്മാരും ശ്രദ്ധിക്കുമ്പോൾ ലൂക്കോസ് ഏവൻഗേലിയോസ്തൻ ശ്രദ്ധിച്ചത് ക്രിസ്തുവിന്റെ മനുഷ്യത്വം എപ്രകാരമായിരുന്നു, അത് മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുവാൻ ഇടയായിരുന്നു. എന്നാൽ യോഹന്നാൻ പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചതെല്ലാം ക്രിസ്തുവിന്റെ ദൈവ സ്വഭാവം അത് എപ്രകാരമായിരുന്നു, വചനം ജഡമായി തീർന്ന അവസ്ഥ മുതൽ അതിന്റെ ആന്തരിക അർത്ഥങ്ങളെ വളരെ ഭംഗിയായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഓരോ അധ്യായങ്ങളും മുന്നോട്ട് പോയത്. ആ അധ്യായങ്ങളിൽ വളരെ പ്രധാനമായി പ്രത്യേകിച്ച് എബിഎച്ചിന്റെ ആമുഖവാക്കിൽ നമ്മൾ ശ്രദ്ധേയമായി കേട്ടതുപോലെ വാക്യമുണ്ട്. നമ്മൾ പലപ്പോഴും കാണാതെ പഠിക്കാൻ ഇഷ്ടപ്പെടാറുണ്ട്, പക്ഷെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏറെ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് സെയിന്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സസ് 34. നമുക്ക് സുപരിചിതമായ വാക്യമാണ്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നത് തന്നെ. ലവ് ഐ ഹാവ് സുഖപ്രദമായ സ്നേഹത്തെ കുറിച്ചാണ് ക്രിസ്തു ശ്രദ്ധേയമായി എപ്പോഴും പഠിപ്പിക്കാൻ ശ്രമിച്ചത്. സ്നേഹമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ പരമപ്രധാനമായ ധർമ്മമെന്ന് നമുക്കറിയാം. പക്ഷെ ക്രിസ്തു വളരെ ഭംഗിയായിട്ട് ഈ വിഷയത്തെ അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയും. അതിലേക്ക് ആഴത്തിൽ ഇറങ്ങുമ്പോഴാണ് ഈ സ്നേഹത്തിന്റെ അഗാധത, അതിന്റെ ഡെപ്ത് എത്രമാത്രം ഉണ്ടെന്ന് ഓരോ മനുഷ്യർക്കും ബോധ്യപ്പെടുവാൻ ഒരു അവസരം ലഭിക്കുന്നത്. നമ്മൾ പലപ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹത്തെ അളക്കുന്നതും നിർവചിക്കുന്നതും ഇങ്ങനെയാണ്: അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം. അതും പറയാൻ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈ വാക്യം പഠിക്കാനും പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഇഷ്ടമാണ്. പക്ഷെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ
നമ്മൾ എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നതും ആരാധനാലയത്തിൽ കടന്നു വരുന്നതും ആരാധനാ ജീവിതത്തിന്റെ ഭാഗമാകുന്നതും ഈവൻ കഷ്ടാനുഭവ ആഴ്ച പോലും നമ്മൾ മുന്നോട്ട് അതിന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ചില പ്രത്യേകമായ കാരണങ്ങൾ സാധിച്ചെടുക്കുവാൻ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ പ്രാർത്ഥനയുടെ വീര്യം കൂടും. രോഗം വരുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതൽ അന്വേഷിക്കുന്നു. പരീക്ഷകളും കടന്നു വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇതൊന്നുമില്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുമോ? ഇയ്യോബിന്റെ ഗോത്രത്തിന് ധാരാളം കാര്യങ്ങൾ ആ പുസ്തകത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കാരണവുമില്ലാതെ സ്നേഹിക്കുക എന്ന പാഠത്തിന്റെ പൊരുൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് 42 അധ്യായമുള്ള ഇയ്യോബിന്റെ പുസ്തകം. ആ പുസ്തകത്തിൽ നിന്നാണ് പൗലോസിന്റെ ഒരു പുതിയ ഭാഷ ഉണ്ടായത്. ക്രിസ്തുവിന്റെ ഗന്ധമുള്ളവരായി മാറുക. ക്രൈസ്തവരെ എപ്പോഴും പൗലോസ്ലീഹ ചേർത്ത് നിർത്തി സംസാരിക്കാൻ, സംബോധന ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണ്: പള്ളി വരുന്നവരെന്നോ മാസവരി നൽകുന്നവരെന്നോ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവരോ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറമായി ക്രിസ്തുവിന്റെ ബന്ധമുള്ളവരായി തീരുക. ബീയിങ് ദ ചാനൽസ് ഓഫ് ഫ്രാഗ്രൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് നമുക്ക് ധാരാളം പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും, വലിയ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം കൂടിയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ സുഗന്ധം എന്താണ്? ഈ വിഷയമാണ് 3-4 ചെറിയ വാചകങ്ങളിലൂടെ ഇന്നത്തെ ധ്യാന ചിന്തയിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ സുഗന്ധമുള്ളവരായി തീരുവാൻ ഈ ക്രിസ്തു പറഞ്ഞ വാക്കിൽ നമ്മൾ എത്രമാത്രം താതാത്മ്യപ്പെടുന്നവരാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. ഈ വാക്യം ഉണ്ടാകാനുള്ള പശ്ചാത്തലമൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ 10 കൽപ്പനകളെ 2ആയിട്ട് ക്രോഡീകരിച്ചു. 1 ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധം, 2 മനുഷ്യനോടുള്ള ബന്ധം. ഇത് രണ്ടും ജീവിതത്തിൽ വളരെ പച്ചയായി കാണിച്ചു തന്നത് ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെയാണ്. ആ ജീവിതക്രമത്തിൽ നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്രമപ്പെടുത്തുവാനുണ്ട്? അല്ലെങ്കിൽ ഈ അൺകണ്ടീഷണൽ, അല്ലെങ്കിൽ ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാനുള്ള, അല്ലെങ്കിൽ കാരണങ്ങളില്ലാതെ ആരാധന ആലയത്തിന്റെ ഭാഗമാകുവാൻ, കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കാരണങ്ങൾ ഒന്നുമില്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, കാരണങ്ങൾ ഒന്നും കണ്ടെത്തുവാതെ മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് ഇടയാകുന്നുണ്ട്. 4-5 കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രദ്ധിക്കുന്നത്. 1, ഒരു പുഴയുടെ ജീവിതം ആയിത്തീരുക. കേൾക്കുമ്പോൾ എനിക്ക് സാഹിത്യ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് പുഴയുടെ ജീവിതമാകുക. അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു കുഞ്ഞ ഉദാഹരണം കൂടി അതിനോട് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. തീവണ്ടി എപ്പോഴും പോകുന്നത് അതിനുവേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു വഴിയിലൂടെയാണ്. അതല്ലാതെ ഒരു പാതയിലൂടെ അത് ഓടുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഭാവിയിൽ ഉണ്ടായിക്കൂടുന്നില്ല. കാരണം AI ടെക്നോളജി ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകാൻ പറ്റുന്ന യാത്രാ സംവിധാനം വരെ ഉടനടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളുമൊക്കെ. ഇത്രമാത്രം വേഗതയിലാണ് ശാസ്ത്രലോകം നമ്മളെ കൊണ്ടുപോകുന്നത്. എന്നാൽ ട്രെയിനിന്റെ ജീവിതം, ഇന്നുവരെ കണ്ടിട്ടുള്ള ട്രെയിനിന്റെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തിയ വഴിയിലൂടെ മാത്രം. എന്നാൽ പുഴ പോകുന്നത് അത് ഒഴുകി പോകുന്ന സ്ഥലത്തേക്ക് അതൊരു വഴി നിശ്ചയിക്കുകയാണ്. അത് കംഫർട്ടായിട്ട് ഒഴുകും. പ്രത്യേകിച്ച് ജലപ്രളയം വരുമ്പോൾ അത് സാധാരണ ഒഴുകുന്ന സ്ഥലത്തൂടല്ല ഒഴുകുന്നത്. പ്രതിസന്ധി വരുമ്പോൾ അത് ഒഴുകുന്നത് അതിന് കിട്ടുന്ന സ്രോതസ്സുകളിലൂടെ, ചാനലുകളിലൂടെ അത് ഒഴുകി മുന്നോട്ട് മാറുവാൻ ഇഷ്ടപ്പെടുകയാണ്. 2 വൃദ്ധന്മാർ 25 വർഷമായിട്ട് സാധാരണ അവർ കണ്ടുമുട്ടും, പക്ഷെ സംസാരിക്കാറില്ല. അവർ യാത്ര ചെയ്ത് പോകുന്ന സ്ഥലമെല്ലാം കഴിഞ്ഞ് കിലോമീറ്ററുകൾ നടന്നു കഴിയുമ്പോൾ, എന്നും പ്രഭാതത്തിലാണ് സഞ്ചാരം, അവരൊരു സ്ഥലത്തിരിക്കും. 2 വശത്തും കലങ്ങുകൾ, നാട്ടിലെ കലങ്ങുകൾ അറിയാം, അല്പം ഇരിക്കാനുള്ളൊരിടം കിട്ടുന്ന സ്ഥലമാണ് കലങ്ക്. ആ കലങ്ങിലിരുന്ന് ധാരാളം മനുഷ്യർ നാട്ടുവർത്തമാനങ്ങൾ പറയുന്ന ഒരു പ്രവണതയും നമ്മുടെ നാട്ടിൽ അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കത്തില്ല. ആകെ നമ്മൾ ഇരിക്കുന്നത് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലുള്ള പാർക്കുകളിൽ മാത്രമാണ്. അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരുക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും മാത്രമേ നമ്മൾ ഒത്തുകൂടാവൂ. ഇത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് അല്ല, ഔട്ട്ലൈൻ ഒന്നുമില്ല. പക്ഷെ യാത്രാ മധ്യേ നമ്മൾ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നു
എല്ലാ ദിവസവും ഇത് തുടർന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് മിണ്ടാനൊന്നും. ഒടുവിൽ അതിലൊരു വൃദ്ധൻ എഴുന്നേറ്റ് ചെന്ന് രണ്ടാമത്തെ വൃദ്ധനോട് പറഞ്ഞു, എന്റെ സ്നേഹിത, നമ്മൾ ഇത്രയും നാളും ഇങ്ങനെ യാത്ര ചെയ്തു, ഒരുമിച്ച് കാണാറുണ്ട്, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഒന്നും മിണ്ടാനില്ല. അല്പം ഒന്ന് ആലോചിച്ചിട്ട് രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്റെ ഇരിപ്പിടം താങ്കൾ എടുത്തുകൊള്ളുക, ആ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറുക. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ചെന്ന് ആ സ്നേഹിതനിരുന്ന കലങ്ങിന്റെ ഇരിപ്പിടത്തിൽ പോയിരുന്നു. മറ്റേ സ്നേഹിതൻ ഇപ്പുറത്തേക്കും മാറി. കേൾക്കുമ്പോൾ വിചാരിക്കും, ഈ കഥയിൽ എന്താണ് ഇത്ര വലിയ പൊരുൾ? നമ്മൾ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വരുത്തുവാൻ ഇഷ്ടപ്പെടുകയും ആ മാറ്റത്തെ അംഗീകരിക്കുകയും ചെയ്യാൻ പറ്റിയാൽ, ഞാൻ മനഃശാസ്ത്രത്തിൽ ധാരാളം വാക്കുകളുണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് വേർഡ് കോപ്പിംഗ് സ്കിൽ എന്ന്. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടും. ക്രിസ്തു നമ്മളെ കാണിച്ചു തന്നത് അത് തന്നെയാണ്. ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലം ഒരു രാജാവിന് ജനിക്കാനുള്ള സ്ഥലമല്ല. പക്ഷെ ക്രിസ്തു ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു. ജീവിതം ആരംഭിച്ചപ്പോൾ വലിയ ദുഃഖകരമായ യാത്രയാണ് ശൈശവാവസ്ഥയിൽ പങ്കിടേണ്ടി വന്നത്. ആ പങ്കിടലിന്റെ അനുഭവത്തിൽ ആഴ്ചകൾ താണ്ടുന്നൊരു യാത്രയിലാണ് ബെത്ലഹേമിലെത്തിയത്. അവിടെ ചെന്നപ്പോൾ വീണ്ടും ദൈവദൂതൻ ജോസഫിനോട് പറഞ്ഞതനുസരിച്ച് വീണ്ടും യെരുശലേമിലേക്കും ഗലീലയിലേക്കും വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒടുവിൽ നസ്രയത്തിലേക്ക് ക്രിസ്തു വരികയാണ്. ജീവിതത്തിന്റെ ദുർഘടമായ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാത ക്രിസ്തു കാണിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പുഴയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ ഒന്ന് ഇഷ്ടപ്പെടുത്തില്ല. 2, വാക്കുകൾക്ക് വ്രതം ഉണ്ടാകണം. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ നല്ല അംശവും സംസാരിച്ച് ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പല പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിലോട് വരും. അതൊന്ന് പ്രകടിപ്പിക്കാനുള്ളൊരു വലിയ ടെൻഡൻസി മനസ്സിൽ വരും. ഞാനിപ്പോ പറഞ്ഞ പുഴയുടെ ജീവിതത്തിന് അല്പം കൂടി നല്ല ആശയങ്ങളോ നല്ല ഉദാഹരണങ്ങളോ നമ്മുടെ മുമ്പിലേക്ക് വരാം. 2, വാക്കുകൾക്ക് വ്രതം ഉണ്ടാകണമെന്ന് പറയുമ്പോഴും പറയും, ഞാൻ അങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ അവകാശം ചിന്തിച്ചു നോക്കിയാൽ മുനയുള്ള വാക്കുകൾ പറയാൻ നമ്മളൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരായി സംസാരിക്കുന്ന ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി മുമ്പിലാണ് എന്റെ വിചാരം. ഈ മുന വെച്ച വർത്തമാനം പറയുമ്പോൾ നമ്മൾ ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് നമ്മൾ അതിൽ വിജയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ കേൾക്കുന്നവന്റെ മനസ്സിൽ ഏറ്റവും വലിയ വ്രണം ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ദിവസമാണ് ഈ മുന വെച്ചുള്ള വാക്കുകൾ പറയുന്നത്. കാലഘട്ടങ്ങൾ ജീവിച്ചാലും യാതൊരു മടുപ്പും ഇല്ലാതെ ജീവിക്കുന്ന ദമ്പതിമാരെ നമ്മുടെ സമൂഹത്തിൽ കാണാം. എന്നാൽ കാലഘട്ടങ്ങൾ വേണ്ട, ജീവിതം സൗദാശികമായിട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 1 വർഷത്തെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തലേയാഴ്ച ഇതൊന്നും വേണ്ട, നമുക്കിത് ശരിയാകില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയ എത്രയോ പേരുണ്ട്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് ശരിയാകില്ല, ഇത് മാറ്റിവെച്ചേക്കാം, ഇത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. 5 വർഷം കഴിയുമ്പോൾ ഇത് അവസാനിപ്പിക്കാം. ഇങ്ങനെയൊക്കെ തോന്നുന്ന എത്രയോ പേർ സമൂഹത്തിലുണ്ട്. ഇതിന്റെ എല്ലാം കാരണം സാമ്പത്തികമായ കാര്യങ്ങളോ ആധ്യാത്മികതയിലുള്ള വിട്ടുവീഴ്ചയോ ഒന്നുമല്ല. നമ്മുടെ സംസാരത്തിലൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെറുതും വലുതുമായി ചെയ്തു വെച്ച വലിയ വലിയ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഇടത്തിൽ ഇങ്ങനെ ഒരു നിക്ഷേപമായി കൂമ്പാരമായി നിലനിൽക്കുകയാണ്. ഈ കൂമ്പാരം നമ്മളെ എപ്പോഴും നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പാതയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വാക്കുകൾക്ക് വ്രതമുള്ളവരായി തീരണം. കാരണം ക്രിസ്തു എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് അതിന് വലിയ ഉപദേശമോ കൺവെൻഷനോ ഒന്നും നടത്തിയ ആളൊന്നുമല്ല. പ്രത്യേകമായ കമ്മീഷനെ ഒന്നും കർത്താവ് നിയോഗിച്ചില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഏറ്റവും ലളിതമായി പറയുന്നത് ഈ മഗ്ദലനക്കാരത്തി മറിയയുടെ ജീവിതം വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നൊരു കാര്യത്തെ 2 വാചകത്തിലൂടെ ക്രിസ്തു വളരെ ഭംഗിയായിട്ട് വാക്കുകൾക്ക് വ്രതം കൽപ്പിച്ച് അവിടെ ക്ലിപ്തപ്പെടുത്തി കഴിഞ്ഞപ്പോൾ 2 കൂട്ടരെയും സമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ക്രൂശിക്കാനായിട്ട് കടന്നു വന്ന അല്ലെങ്കിൽ കുട്ടിക്കൊടുക്കാൻ കടന്നു വന്ന യൂദയോട് സംസാരിച്ചത് സ്നേഹത്തിന്റെ ഒരു വലിയ പരിവേഷം, ഒരു സുഗന്ധമാണ്. സ്നേഹിത, നീ വന്ന കാര്യം എന്താ? നമുക്കൊക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെയൊക്കെ ഡിക്ഷണറിയിലുണ്ട്, നമ്മുടെ ബ്രെയിനിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല പുറത്തേക്ക് വരുന്നത്. നമുക്ക് കോപത്തിന്റെയും ദേഷ്യത്തിന്റെയും ഈർഷ്യയുടെയും വെറുപ്പിന്റെയും സ്പർദ്ധയുടെയും വാക്കുകൾ അറിയാതെ പുറത്തേക്ക് വരുന്നെങ്കിൽ വാക്കുകൾക്ക് വ്രതമുണ്ടാകാനുള്ള ഒരു
പ്രാർത്ഥനാ സംസ്കാരം. 3, ഒരു മരപ്പണിക്കാരന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ നമുക്ക് മനസ്സുള്ളവരാകണം. മരപ്പണിക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കടന്നു വന്ന ഹാൻഡിമാൻ കൂടെ വന്ന കാർപ്പന്ററെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ലോകത്തിൽ സ്നേഹത്തിന്റെ പരിവേഷം സമ്മാനിച്ച ക്രിസ്തു ഒരു മരപ്പണിക്കാരൻ എന്നുകൂടി അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഒരുപക്ഷെ ചിലപ്പം അതുപോലെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഷമ്മാശനാകാൻ അല്ലെങ്കിൽ സെമിനാരി വിദ്യാഭ്യാസത്തിന് വേണ്ടി അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് മരപ്പണിക്കാരനായി കടന്നു വന്ന ഹൈന്ദവ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘം ആളുകൾ വന്നപ്പോൾ ആദ്യം എന്നെ ഓർമ്മിപ്പിച്ചൊരു കാര്യം എനിക്ക് വലിയ ആശ്ചര്യമായിട്ട് തോന്നി. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അതെനിക്ക് ഉൾക്കൊള്ളാൻ യാതൊരു മടിയും ഉണ്ടായില്ല. അവർ വീട്ടിൽ വരുമ്പോഴെല്ലാം എനിക്ക് പഠിക്കാൻ വളരെ ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് ഈ മരപ്പണി ഒരുമാതിരിപ്പെട്ടതല്ല ഞാൻ ഏറ്റെടുക്കും. പ്രത്യേകിച്ച് അവര് ഉച്ചഭക്ഷണത്തിന് എഴുന്നേറ്റ് പോകുമ്പോഴോ വൈകുന്നേരം അവര് ഈ ഉള്ളിയും ബാക്കിയെല്ലാം അവിടെ വെച്ചിട്ട് പോകുമ്പോഴോ ഞാൻ എഴുന്നേടുത്ത് വെച്ച് എല്ലാം ഒന്ന് പെരുമാറും. തിരിച്ചു വരുമ്പോൾ അവർക്കറിയാം ചിലതൊക്കെ ഒടിച്ചു വെച്ചേക്കും, ചിലതിൻ്റെയൊക്കെ മൂർച്ച കുറഞ്ഞിരിക്കും. പക്ഷെ ഞാൻ ഈ പണി ഒന്ന് പഠിക്കാനായിട്ട് പലപ്പോഴും ഇഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ പഠിച്ചവർക്കറിയാം ഞാൻ അവർ വരുമ്പോഴെല്ലാം ഞാൻ അവരുടെ കൂടെ കൂടും. പക്ഷെ എൻ്റെ ചേട്ടൻ അങ്ങനെയല്ല. അന്നേരം അദ്ദേഹം പുസ്തകം എടുത്ത് കൂടുതൽ പഠിക്കും. പെങ്ങളും അനിയനും ഒക്കെ കൂടുതൽ പുസ്തകം പഠിക്കും. ഞാൻ ഈ ഉള്ളി പഠിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഈ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഇതിൽ ഒരു മനുഷ്യൻ, അദ്ദേഹം മരിച്ചുപോയി, പറഞ്ഞൊരു വാക്കാണ്, കർത്താവിന്റെ ജോലിയാണ് ഇപ്പോൾ പ്രകാശ് ഏറ്റെടുക്കുന്നത്. ഞാൻ വിചാരിച്ചു ഒരു ബന്ധമില്ലാത്ത കാര്യമോ, കർത്താവ് എത്രയോ നല്ലൊരു മനുഷ്യൻ, ഞാൻ ഏറ്റെടുക്കുന്നത് എന്താണെന്ന് ഒന്നും എനിക്ക് ബോധ്യമില്ലാതെ വരുമ്പോൾ കർത്താവ് ഒരു മരപ്പണിക്കാരന്റെ ജീവിതത്തിലൂടെയാണ് ക്രിസ്തു തന്റെ ജീവിതം ആരംഭിച്ചത്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ആ മരപ്പണിക്കാരനെ അനുകരിക്കുവാനും അനുധാവനം ചെയ്യുവാനും നമുക്ക് ഇഷ്ടപ്പെടാം. 100 Portraits of Christ എന്നൊരു പുസ്തകം ഉണ്ട്. ആ പുസ്തകത്തിൽ ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിന്റെ ജീവിതത്തിലെ പല സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് ജനനം, അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ ദൈവശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് അനൻസിയേഷൻ മുതൽ സെക്കൻഡ് കമ്മിങ് വരെയുള്ള എല്ലാ ചിത്രങ്ങളും നമുക്ക് ഭാവനാ ലോകത്തൂടെ ചിത്രീകരിക്കാൻ പറ്റുമെങ്കിൽ അതിൽ ഉൾപ്പെടാൻ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു ചിത്രമാണ് മരപ്പണിക്കാരനായി ജോസഫിനോടും മറിയമിനോടും കൂടെ ജീവിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് പരിചയപ്പെടുത്താൻ നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മൾ വീട്ടുജോലിക്ക് പോലും അല്ലെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കാറുള്ളത്. കാരണം അങ്ങനെയൊക്കെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന്റെ ബ്രെയിൻ വളർച്ച കുറയും എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷെ ക്രിസ്തു ഏറ്റവും നല്ല ബ്രെയിൻ ഉള്ള മനുഷ്യനായിട്ട് മാറിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ മരപ്പണിക്കാരനായ ജീവിതം അപ്പനോടും അമ്മയോടും കൂടെ നിർവഹിക്കുവാനുള്ള ഒരു വലിയ മാനസിക പക്വതയിലേക്ക് വളർന്നു. സോ ബി ദ ഡിസൈപ്പിൾ ഓഫ് ദ കാർപ്പന്റർ എന്ന തത്വശാസ്ത്രത്തിലേക്ക് നമ്മൾ ഉയരുകയാണെങ്കിൽ ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്കും ക്രിസ്തുവിനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും അടുത്തൊരു എക്സാമ്പിൾ, അടുത്ത ചിന്ത, ഒരു താമരയുടെ ജീവിതം ശ്രദ്ധിക്കുക. താമരയെ കാണാൻ നമുക്ക് ഇഷ്ടമാണ്. താമര വിടർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ ഓരോ ഇതളുകളിലും ഒരു ജുവൽ പോലെ അല്ലെങ്കിൽ ഒരു പേൾ പോലെ ഈ മഴത്തുള്ളികൾ അല്ലെങ്കിൽ വെള്ളത്തുള്ളികൾ നിൽക്കുമ്പോൾ അത് സൂര്യപ്രകാശത്തിൽ സ്ഫടിക തുല്യമായിട്ട് തോന്നും. അത് കാണുവാനുള്ള ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ പുതിയ ഊർജം ജനിപ്പിക്കും. അതൊന്ന് സ്വന്തമാക്കണമെന്ന് നമുക്ക് തോന്നും. അത് വീട്ടിലുള്ള കൃഷി ചെയ്താൽ കൊള്ളാമെന്ന് തോന്നും. അത് വീടിന്റെ മുറ്റത്തൊരു വലിയ താമരക്കുളം സൃഷ്ടിച്ചാൽ എന്താണെന്ന് തോന്നും. ഒരുപാട് ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പക്ഷേ ഈ താമരയുടെ തണ്ട് ചെന്ന് നിൽക്കുന്നത് വളരെ ആഴത്തിൽ നമുക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു ചെളിക്കുണ്ടിലായിരിക്കും. ആ ചെളിയെ നമ്മൾ ഒരിക്കലും ആകെ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഒറ്റ ഇഷ്ടമേ ഉള്ളൂ, താമര ാണ് ഈ താമര ഉയർന്നു വന്നതെന്ന് ഒരിക്കൽ പോലും നമുക്ക് ഉൾക്കൊള്ളാനുള്ള സ്വാധീന ശക്തി. ഈ ചിന്താധാരയിലേക്ക് ഉയരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു പടി കൂടെ മുന്നോട്ട് ഉയരുന്നു. ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാൻ സാധിക്കും. നമ്മള് ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് അത്രയും പറയാൻ പറ്റത്തില്ലെങ്കിൽ കുറച്ചൊക്കെ ചില വീടുകളൊക്കെ വീടിന്റെ പുറകുവശത്ത് ബാക്ക് യാർഡിൽ കൃഷി ചെയ്യുന്നവരുണ്ട്. കൃഷി ചെയ്യുമ്പോൾ വീട്ടിൽ വരുന്ന കുറച്ച് വേസ്റ്റുകളൊക്കെ എടുത്ത് അതിന്റെ ചുവട്ടിൽ കൊണ്ടിടും. അത് ദൂരോട്ട് ഇടുകാരും ദുർഗന്ധം ഉണ്ടാകുമെന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലുള്ളതുകൊണ്ട് വീടിനകത്ത് അങ്ങനെയുള്ള വേസ്റ്റുകളൊന്നും ചെടിക്കിടാറില്ല. അത് നമ്മൾ ഇവിടെ കിട്ടുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എല്ലാ സാധനവുമായി, പക്ഷെ നാട്ടിലൊക്കെ വാഴയുടെ ചുവട്ടിലോ
മാവിന്റെ ചൂട്ടിലോ പ്ലാവിന്റെ ചൂട്ടിലോ ഒക്കെ കൊണ്ടിടുന്നത് നമുക്കൊരിക്കലും രണ്ടാമത് വേണമെന്ന് തിരിച്ചെടുക്കണമെന്ന് ചിന്തിക്കാത്ത ദുർഗന്ധം വമിക്കുന്ന അവശിഷ്ടങ്ങളെ കൊണ്ടിടുമ്പോൾ അതത് സന്തോഷത്തോട് സ്വീകരിച്ചിട്ട് നമുക്ക് നൽകുന്നത് എന്താ? ഏറ്റവും രുചികരമായ മാമ്പഴം, ഏറ്റവും രുചികരമായ ചക്കപ്പഴം, ഏറ്റവും രുചികരമായ വാഴപ്പഴം. ഒരിക്കൽ പോലും അതിനകത്ത് നമ്മൾ ഇട്ട ഒരു വേസ്റ്റിന്റെ കണിക ഉണ്ടാകാറില്ല. ഈ താമര ഇതളിലും ഒരിക്കൽ പോലും ഒരു ചെളിയുടെ അംശം അത് നൈസർഗികമായി വിടരുമ്പോൾ അതിൽ ഉണ്ടാകാറില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം, നമ്മൾ സുഗന്ധത്തെ തേടിയാണ് പോകുന്നതെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിലൂടെ പലപ്പോഴും സുഗന്ധത്തിന്റെ അംശങ്ങൾ അറിയാതെ കടത്തിക്കണം. നമ്മൾ ശരീരത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് വസ്ത്രധാരണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കുന്ന മനുഷ്യരാണ്. വസ്ത്രം വെടിപ്പായിരിക്കണം, സ്റ്റാർച്ച് ഇട്ടത് കഴുകണം, അയൺ ചെയ്യണം, പറ്റുമെങ്കിൽ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വാഷിംഗ് സെന്ററിൽ കൊണ്ടുപോയി കഴുകി ഇട്ടുകൊണ്ട് വരണം. ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രധാരണം നമുക്ക് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റിച്ച് ചെയ്തത്, എറണാകുളത്ത് ഇന്ന ബ്രാൻഡിലാണ് അല്ലെങ്കിൽ ഇന്ന ടെക്സ്റ്റൈൽസിലാണെന്ന് പറയുമ്പോൾ നമുക്കറിയാതെ ഒരു സന്തോഷം ഉണ്ടാകും. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിനെ കുറിച്ചോ പത്രം ഉണ്ടോ? ഈ ചിന്തയും നമ്മുടെ മനസ്സിൽ നിശ്ചയമായിട്ടും ഉണ്ടാകണം. അവസാനമായി ഒരു ചിന്ത കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. വീണ്ടും പിറക്കുക എന്നൊരു ചിന്തയും ക്രിസ്തു പഠിപ്പിച്ചതാണ്. വീണ്ടും പിറക്കുക എന്ന് പറഞ്ഞാൽ ശിശുവിന്റെ അവസ്ഥയിലേക്ക് മാറുക, നിഷ്കളങ്കതയിലേക്ക് മടങ്ങുക. അജ്ഞത കൊണ്ട് ആല വിട്ടുപോയ ഒരു ആടിനെ കർത്താവ് പരിചയപ്പെടുത്തുന്നു. അശ്രദ്ധ കൊണ്ട് കളഞ്ഞുപോയ ഒരു നാണയത്തെ കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അഹന്ത കൊണ്ട് ഇറങ്ങിപ്പോയ ഒരു മകനെ പുടിയനായ പുത്രന്റെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ചിന്തകൾ എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിഷ്കളങ്കതയിലേക്ക്, സ്നേഹത്തിന്റെ ഊഷ്മള ഭാവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനം. പുടിയനായ പുത്രൻ തിരികെ വരുമ്പോഴും സ്നേഹം നഷ്ടപ്പെടാത്ത ഒരു അപ്പൻ ആ വീട്ടിലുണ്ട്. ആ അപ്പനാണ് യഥാർത്ഥത്തിൽ ആ ജീവിതത്തിലേക്ക് ആ മകനെ കൃത്യമായി വിളിച്ചുകൊണ്ടിരുന്നത്. എന്റെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ പലരെയും അകറ്റി നിർത്തിയിട്ടുണ്ട്. കാര്യം അവരൊന്നും ശരിയല്ല. അവരോട് മിണ്ടാൻ താല്പര്യമില്ല, അവരോട് സഹകരിക്കാൻ താല്പര്യമില്ല. നമ്മുടെ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം വരുമ്പോൾ നമ്മൾ ഡയറക്ടറി എടുത്തു വെച്ചിട്ട് ചിലരെയൊക്കെ നമ്മൾ ഒഴിവാക്കാറുണ്ട്. ചിലരെയൊക്കെ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. ഈവൻ കൈവസൂരി കൊടുക്കുമ്പം പോലും കൃത്യമായി അടയാളപ്പെടുത്തിയ വ്യക്തികളുടെ മുമ്പിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കാറുണ്ട്. പരസ്പരം മിണ്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മിണ്ടിയാൽ നമ്മുടെ അധികാര പരിധി നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷെ ക്രിസ്തു പഠിപ്പിച്ചത് ഇതിനെല്ലാം മറികടക്കുന്ന ഒരു സ്നേഹം. ആ സ്നേഹത്തിന് വിളിക്കുന്ന പേരാണ് അൺകണ്ടീഷണൽ ലവ്. ഇപ്പോൾ സെയിന്റ് ജോൺ തന്റെ അധ്യായങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ സെയിന്റ് ജോൺ 13:34 നമ്മളെ പഠിപ്പിച്ചത് ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. അപ്പൊ വെറുതെ കേവലം ഒരു ഉപരിപ്ലവമായ ഒരു സ്നേഹത്തിന്റെ പ്രകടനമല്ല ക്രിസ്തു കാണിച്ചത്. നമുക്കൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമായി ഒരു കാരണവും ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ കുരിശിലേക്ക് കയറുക. നമുക്ക് ചെറിയൊരു വേദന വന്നാൽ മതി, അത് മരിക്കുന്നത് വരെ നമ്മുടെ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് നടക്കും. ചെറിയൊരു വാക്കുകൊണ്ട് നമ്മളെ പ്രകോപിപ്പിച്ചാൽ മതി, ആ മനുഷ്യരെ നമ്മൾ കൃത്യമായിട്ട് വെറുക്കും. ആ കുടുംബത്തെ നമ്മൾ തള്ളിപ്പറയും. ഒരു പണത്തിന്റെ ഇടപെടലിൽ ഏതെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നാൽ മതി, പറഞ്ഞ സമയത്ത് തരാതിരുന്നാൽ മതി. അല്ലെങ്കിൽ കൃത്യസമയത്ത് വരാമെന്ന് പറഞ്ഞൊരു മനുഷ്യൻ അല്പം താമസിച്ച് നമ്മുടെ വീട്ടിൽ വന്നാൽ പോലും നമ്മൾ പറഞ്ഞ ഉടനെ പരത്തും. ഇത്രയും കൃത്യനിഷ്ഠയില്ലാത്ത ഒരു അച്ഛൻ, ഇത്രയും ഗുണനിലവില്ലാത്തൊരു മനുഷ്യൻ നമ്മളെ തരം താഴ്ത്തി പറയാൻ എന്ത് സ്നേഹമാണ്. പക്ഷെ ആ സമയം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആ മനുഷ്യൻ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ വീട്ടിലെത്തണമേ. ഈ അടുത്ത സമയത്ത് 2 വീടുകൾ സന്ദർശിച്ചപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ഒരു വാക്ക് വചനം സംസാരിക്കും. ഞാൻ വിചാരിച്ചു, പെട്ടെന്നൊന്ന് ഞെട്ടി. ഒന്ന്, ഞാൻ ഉൾപ്പെടുന്ന ഇടവകയിലെ ഒരു കുടുംബമാണ്. ഒന്ന്, നമ്മുടെ ഈ ഹ്യൂസ്റ്റൺ ദേശത്ത് തന്നെ ഓർത്തഡോക്സ് സഭ അംഗമായ ഒരു ഭവനത്തിൽ ചെന്നപ്പോഴാണ്. എല്ലാം കഴിഞ്ഞു, വളരെ മണിക്കൂറുകൾ അവിടെ ഇരുന്ന്. അവിടെ വെച്ച് ഞാൻ 1-2 മീറ്റിംഗ് എനിക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇറങ്ങാൻ നേരം പറഞ്ഞു, അച്ഛാ ഒരു വചനം സംസാരിക്കാതെ വീട്ടിൽ നിന്ന് പോകരുത്. അങ്ങനെയുള്ള വീടുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ വചനം ഒരിക്കലും സംസാരിക്കാതിരിക്കാൻ നേരത്തെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്ന വീടുകളുണ്ട്. അച്ഛനെ നേരത്തെ പാക്ക് ചെയ്യുക,
അതിനുശേഷം വചനമല്ലാത്ത വചനങ്ങൾ പറയാനുള്ള സന്ദർഭം ഉണ്ടായിരുന്നു. കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മൾ നിൽക്കുന്ന ഇടം കൃത്യമായി അവലോകനം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ പ്രകാശത്തിന്റെ ദിനങ്ങളെ ദൈവം തമ്പുരാൻ നിങ്ങൾക്കായി നൽകട്ടെ. പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ചയുടെ കൂട്ടായ്മ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്, പണ്ടത്തെ പോലെ കയറണം. പക്ഷെ പലപ്പോഴും ഇപ്പൊ അടുത്ത സമയത്തൊന്നും സാധിച്ചില്ല. എങ്കിലും ചില സമയത്തൊക്കെ നിങ്ങൾ ആരും അറിയാതെ വന്നെങ്കിലും ഞാനത് ഓണാക്കി കേൾക്കാറുണ്ട്. നല്ല സന്ദേശങ്ങളും നല്ല ശുശ്രൂഷകളും തുടർന്ന് നടക്കട്ടെ. ഞാൻ സംസാരിച്ച ചെറിയൊരു കാര്യത്തെ നിങ്ങളുടെ മനസ്സിലിട്ട്, ഈ പ്രത്യേകിച്ച് ചുയിങ്കം അമേരിക്കൻ ലൈഫിലും യൂറോപ്യൻ ലൈഫിലും ജീവിതത്തിൽ അറിയാതെ ചുമ്മാ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാധനം. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമുക്കറിയാം, ആദ്യത്തെ ടേസ്റ്റ് കഴിയുമ്പം പ്രത്യേകിച്ച് അതിന് ഗുണമൊന്നും വരത്തില്ല. എന്നാലും കുറച്ചു നേരം ഇട്ട് ചവച്ച് ചിലർ പള്ളി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. യാചിക്കേണ്ട സമയം ഇതാ പാടുമ്പോഴും ചുയിങ്കം ഇട്ട് ചവച്ചുകൊണ്ടിരിക്കും. പ്രസംഗം കേൾക്കുമ്പോഴും ചുയിങ്കം ചവയ്ക്കുന്നത് കാണാം. പ്രസംഗ പീഠത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ചവച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അനൗൺസ്മെന്റ് സമയത്ത് ചവച്ചുകൊണ്ടിരിക്കുന്നത് കാണില്ല. എന്നുവെച്ചാൽ കുർബാന നേരത്തെ എടുത്തിട്ടിരിക്കുമായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് എവിടെയാ നിൽക്കുന്നതെന്നുള്ള ബോധ്യമില്ലാതെ, പക്ഷെ എങ്കിലും അത് വായിന്ന് കളയാൻ നമുക്ക് ഇഷ്ടമല്ല. അത് ടോയ്ലറ്റിലോ അല്ലെ വാഷ് ബേസിനിലോ കൊണ്ട് തുപ്പിയിടുന്ന നല്ല സ്നേഹിതന്മാരെ എനിക്കറിയാം. പക്ഷെ അവരോടൊന്നും നമുക്ക് വെറുപ്പൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരട്ടെ എന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് നിഷ്ഫലമായ ഒരു ചൂയിങ് ആണ് നടത്തുന്നതെങ്കിൽ ഫലപ്രദമായ ഒരു ചൂയിങ് ആയിട്ട് ഈ വേദഭാഗത്തെ നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അതിൽ നിന്ന് തെളിഞ്ഞു വരുന്ന വിഷയങ്ങൾ മറ്റുള്ളവരോട് പ്രചരിപ്പിക്കണം, വായിക്കണം, അത് ഗ്രഹിക്കണം. അല്ലെ, എൻ്റെ അപ്പൻ ഒരു വീട്ടിൽ ഒരു 5 മിനിറ്റ് സന്ദേശത്തിന് പറഞ്ഞപ്പോൾ അച്ഛൻ 17 മിനിറ്റ് പ്രസംഗിച്ചു. നന്നായിട്ട് നല്ല സംഭാഷണം നടത്തി. അതിനകത്ത് അച്ഛൻ പറഞ്ഞൊരു പൊരുൾ ഇതാണ്: വായിക്കണം, എല്ലാവരും വായിക്കണം, വായിക്കുന്നത് ഗ്രഹിക്കണം, ഗ്രഹിക്കുന്ന പൊരുൾ മറ്റുള്ളവരോട് പറയണം. നമുക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്ത കാര്യം ഇതല്ല. വായന മഹാദേഷ്യം. ആകെ നമ്മൾ വായിക്കുന്നത് വാട്സപ്പും പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന ചില പ്രത്യേക ചാനലുകൾ, കുറ്റങ്ങൾ മാത്രം പറയുന്ന ചാനലുകളുണ്ട്. അത് വായിച്ച് കേൾക്കാൻ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ വ്യൂവേഴ്സിനെ കൂടാറുണ്ട്. നമ്മൾ തന്നെ അവർക്ക് പണം കൊടുക്കുക. അതിലും നല്ലത് മാസം ഒരു $100 വെച്ച് ആ ചാനലുകാർക്ക് അയച്ചു കൊടുക്കുന്നത്. കുറച്ചുകൂടെ അവർ മെച്ചപ്പെടും. നമ്മൾ ഈ ഓരോ വ്യൂവേഴ്സിനെ ഉണ്ടാക്കി പൈസ കിട്ടുമ്പോൾ തുച്ഛമായ പൈസ കിട്ടുന്നത്. അപ്പൊ നമ്മൾ സമയമെടുത്തത് കാണാറുണ്ട്. പക്ഷെ സമയമെടുത്ത് വേദവചനത്തിന്റെ പൊരുൾ പഠിക്കാൻ നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് വായിക്കണം, വായിക്കുന്നത് നന്നായിട്ട് ഗ്രഹിക്കണം, ഗ്രഹിക്കുന്ന പൊരുളുകൾ നന്നായി പ്രചരിപ്പിക്കണം. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കിട്ടുന്നത് വായിച്ചിട്ട് കാര്യമില്ല, കിട്ടുന്നത് ഗ്രഹിച്ചിട്ടും കാര്യമില്ല. നന്മയുള്ള സുവിശേഷം വായിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെയുള്ളൊരു മഹത്തായ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുകാരിയായി തീരുമ്പോൾ കർത്താവിന്റെ കൃപ നമുക്ക് ലഭിക്കും. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനാപൂർവ്വം നടത്തുകൊണ്ട് ഞാനൊരു യാത്രയുടെ ഭാഗമായിരുന്നു. ഐബിഎച്ചിനോട് ഷീന പ്രഷറാണ് ആദ്യം ചോദിച്ചത്. ഐബിഎച്ച് നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, പക്ഷെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് വിളിക്കണം, ഞാൻ മറ്റൊരു അവസരത്തിൽ പറയാം. പക്ഷെ അച്ഛൻ പറഞ്ഞു ഇന്നത്തേക്ക് അച്ഛന്റെ പേര് ഞങ്ങളത് പ്രിപ്പയർ ചെയ്യുകയാണ്. അതനുസരിച്ചാണ് ഞാൻ ആ ഉദ്യമം ഏറ്റെടുത്തത്. അതിന്റെ ഭാരവാഹികളോട് എല്ലാം ഉള്ള സ്നേഹം അറിയിച്ചു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കട്ടെ. സ്നേഹം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ച സമാധാനം പോലെ തന്നെ സ്നേഹവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അച്ഛൻ ആദ്യം ഓർമ്മിപ്പിച്ചൊരു കാര്യം, നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അത് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വില്യം ഷേക്സ്പിയറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്: ലവ് ഈസ് നോട്ട് ലവ് when it alteration finds. Love is not love when it alteration finds. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല സ്നേഹം. വെദർ ഇറ്റ് ബി സ്പിരിച്വൽ, മെന്റൽ, ഫിസിക്കൽ, എന്തും ആയിക്കോട്ടെ, സ്നേഹത്തിനൊരിടത്ത് മാറ്റമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആളും തരവും കണ്ട് ചെയ്യാനുള്ളതല്ല സ്നേഹം. എല്ലായിടത്തും ഒരുപോലെ കൊടുക്കേണ്ട ഒന്നാണ്
സ്നേഹം. അതുകൊണ്ട് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഞാൻ ഓർക്കുന്നുണ്ട്. സൺഡേ സ്കൂളിൽ ആദ്യമായി പ്രസംഗിക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വിഷയമാണ് സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാനായി. പണ്ട് സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് അത് എഴുതി തന്ന, കാണാതെ പഠിച്ച് പ്രസംഗിക്കുന്ന കാലം. ഇപ്പൊ ഞാൻ കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് സൺഡേ സ്കൂളിൽ എനിക്ക് പ്രസംഗിക്കാനായിട്ട് തന്നപ്പോൾ ഞാൻ ഇപ്പോഴും അതിന്റെ ആദ്യ വാചകം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മൾ എല്ലാരെയും സല്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സല്യൂട്ടേഷൻ കഴിഞ്ഞാൽ ഉടനെ പറയുന്നത്, സ്നേഹമെന്ന വാക്ക് 2 അക്ഷരങ്ങളിൽ അടങ്ങിയിരിക്കുന്നുവെങ്കിലും അതിന്റെ അർത്ഥവും ആഴവും ആരെ കൊണ്ടും വർണ്ണിക്കാൻ സാധ്യമല്ല. ഇത് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ അന്ന് പഠിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ എന്ന് ഞാൻ ഇങ്ങനെ ഓർക്കും. ഞാൻ ഇടയ്ക്ക് സൺഡേ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങളോട് പറയും. ഇങ്ങനെയാ എൻ്റെ പ്രസംഗം തുടങ്ങിയത്. അപ്പോ ആ സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥവും ആഴവും അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകാതെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ പ്രകടിപ്പിക്കാൻ ഒക്കുന്ന ഒന്നല്ല സ്നേഹം. അതുകൊണ്ടാണ് പലരും എനിക്ക് സ്നേഹമില്ല എന്നൊക്കെ പറയും. അപ്പൊ സ്നേഹം ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ നമ്മൾ പറയുന്നതിന് കാരണം. അപ്പൊ എന്തായാലും സ്നേഹം എന്ന വാക്ക് വളരെ വേരിറങ്ങിയ ഒരു അനുഭവമാണ്. അത് സ്നേഹപൂർവ്വം അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചു. അതിൻ്റെ പോകേണ്ട വഴികളിലൂടെ മാറ്റേണ്ട ജീവിത അനുഭവങ്ങളൊക്കെ അച്ഛൻ ഓർമ്മിപ്പിച്ചു. പ്രിയപ്പെട്ട അച്ഛനോട് നമുക്കുള്ള സ്നേഹവും കടപ്പാടും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. അച്ഛൻ തന്നെ തിരക്കിനിടയിലും കണ്ടല്ലോ, ഒരു സഞ്ചാര സുവിശേഷം ആണ് അച്ഛൻ ഇപ്പൊ നടത്തിയത്. കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് ഇങ്ങനെ സുവിശേഷം പറയുകയായിരുന്നു അച്ഛൻ. എന്നിരുന്നാലും ആ സമയത്ത് തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. അച്ഛൻ നൽകിയ ആ വാക്കുകൾ, വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കട്ടെ. ഈ വാക്കുകൾ വചനമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടുവാനും അത് അനുഗ്രഹപ്രദമായി തീരുവാനും ഒക്കെ കൊണ്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി അച്ഛനോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഐസക് പ്രകാശ് അച്ഛൻ്റെ മെസ്സേജ് സർവശക്തനായ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി പ്രത്യേകിച്ച് ഈ ദിവസത്തേക്ക് നിശ്ചയിക്കപ്പെട്ട ദൂത് നമ്മെ അറിയിക്കുവാൻ ദൈവനിബ്രാൻ അനുവദിച്ചതിൽ ദൈവനിബ്രാൻ സ്തുതിക്കുകയും അച്ഛനോടുള്ള നന്ദിയും അതുപോലെ അച്ഛന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അർപ്പിക്കുകയും ചെയ്യുന്നു. അച്ഛനെയും അച്ഛൻ്റെ മാതാപിതാക്കളെയും അച്ഛൻ്റെ ഇടവകയും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അന്യോന്യം അതിരുകൾ ഇല്ലാതെ വ്യവസ്ഥയില്ലാതെ സ്നേഹിപ്പാൻ ഞങ്ങളെയും സഹായിക്കണമേ. ദൈവമേ സഹിച്ചും അച്ഛൻ ധാരാളം പുഴകളുടെയും വാക്കുകളുടെ മൃതവും താമരയും അരിപ്പണിക്കാരൻ്റെ പല പല കാര്യങ്ങൾ നമ്മളെ പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തെ പറ്റി, ആ സ്നേഹം നമുക്കുണ്ടാകുവാനായിട്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ആ ഒരു സ്നേഹം എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഈ വിഷമങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. അത് കൂടുതലായി ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛന്മാരും പ്രാർത്ഥിക്കണമെന്ന് എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. സ്വയം താഴ്ത്തി ശുദ്ധീകരിക്കപ്പെടുവാനും സൗഖ്യപ്പെടുവാനും നമ്മുടെ ആവശ്യങ്ങൾ നിരത്തുന്നത് മാത്രമല്ല, 100-ൽ പരം പ്രിയപ്പെട്ടവർ, ബഹുമാനപ്പെട്ട അച്ഛന്മാരും കൊച്ചുമാരും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ തലതാഴ്ത്തി കർത്താവിന്റെ സാന്നിധ്യത്തിലിരിക്കും. കർത്താവ് ശ്രദ്ധ വെച്ച് നമ്മുടെ അപേക്ഷ കേൾക്കുമ്പോൾ ഒരുമിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ, ആവശ്യങ്ങൾ മാത്രമല്ല എല്ലാം ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. നന്ദി പറയുന്നു. കർത്താവിനെ സ്തുതിക്കുകയും നന്ദി പറയുകയും നമ്മെ തന്നെ താഴ്ത്തുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുന്നു. നാം ഒന്നാമതായി തന്നെ ഇപ്പോഴത്തെ യുദ്ധാവസ്ഥയെ ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുന്നു. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. കർത്താവിന് ആ യുദ്ധാവസ്ഥയെ മാറ്റുവാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനും തീർച്ചയായും സാധിക്കുമെന്ന് നാം വിശ്വസിച്ചുകൊണ്ട് ദൈവതമ്പുരാനെ സമാധാനം പുനഃസ്ഥാപിക്കണമേ. ഈ പ്രയാസം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ രാജ്യങ്ങളോടും ഭരണാധികാരികളോടും ഇടപെടണമേ. അവരുടെ ആത്മാവിനോട് ഇടപെടണമേ. നമുക്ക് ഒരുമിച്ച് അപേക്ഷിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ അതുകൊണ്ട് വിഷമം അനുഭവിക്കുന്ന എല്ലാം പാകിസ്ഥാനിലിരുന്ന് പാകിസ്ഥാനെ രക്ഷിക്കണമെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അവരത് നിർത്തലാക്കും നാം പ്രതീക്ഷിച്ചു. പക്ഷെ ആരും നിർത്തലാക്കാൻ ഭാവമില്ല. എല്ലാ രാഷ്ട്ര ഭരണാധികാരികളോടും ഇടപെടണമെന്ന് നമുക്ക് മനസ്സ് തകർന്ന് പ്രാർത്ഥിക്കാം.
തീർച്ചയായും ദൈവം ഇടപെടും എന്ന് വിശ്വസിക്കാം. അതേപോലെ തന്നെ ഇതിൽ വിഷമം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും യുദ്ധത്തിന്റെ വാർ ഫ്രണ്ടിലിരിക്കുന്ന ആയുള്ള എല്ലാവരെയും നിരപരാധികളായ എല്ലാ മനുഷ്യരെയും നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം. പരിശുദ്ധ ബാവ തിരുമേനിയെ എല്ലാ സഭാ നേതാക്കളെ സമർപ്പിക്കാം. ഇപ്പോൾ മാർപ്പാപ്പയെ ദൈവസന്നിധി സമർപ്പിക്കാം. നമ്മുടെ എല്ലാ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രാസനം ഭരിക്കുന്നതായ മാധവനീസ് തിരുമേനി, അതുപോലെ എല്ലാ അഭിഷിക്തരെയും, എല്ലാ അശ്മാരെ, കൊച്ചുമാരെ, മർത്തോളി സമാജം പ്രവർത്തകരെ, എല്ലാ ആത്മീയ സംഘടനകളുടെയും നേതൃത്വം വഹിക്കുന്നവര്, എല്ലാ ശമാശന്മാര്, സിസ്റ്റർമാര്, ആൾട്ടർ ബോയ്സ്, നമ്മുടെ ഇടവകയുടെ പുരോഹിതർ, തലകൾ വണക്കിക്കുന്ന ഓരോ വ്യക്തിയും, അവരുടെ കുടുംബങ്ങൾ, മക്കൾ, കുഞ്ഞുമക്കൾ, ദൈവീയ ശുശ്രൂഷ ഏറ്റെടുത്തവർ, അവരവരുടെ ജോലി നിർവഹിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നവർ, കുരിശുരക്ഷയുടെ ആയുധം സുവിശേഷം നമ്മുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണെന്ന് ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരെയും സഹായിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കാം. ധാരാളം പ്രയർ റിക്വസ്റ്റുകളുണ്ടെങ്കിലും എല്ലാം ഇവിടെ പറയാൻ സാധിക്കുന്നില്ല. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ളതും ചെറിയ പ്രായം മുതൽ നാം കണ്ടുമുട്ടിയ എല്ലാവരും, നമ്മോട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ട എല്ലാവരും, നമ്മോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അത് ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. നമുക്ക് സൗഖ്യം ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സൗഖ്യം ലഭിക്കാനിരിക്കുന്നവരും, സൗഖ്യം പെട്ടെന്ന് ലഭിച്ചില്ലെങ്കിലും അവരായിരിക്കുന്ന അവസ്ഥയിൽ അത് തരണം ചെയ്യുവാൻ, ദൈവകൃപയോടെ തരണം ചെയ്യുവാൻ സഹായിക്കണമേ. മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തിനെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അന്നമ്മ, ഫിലിപ്പ്, ഏലിയാമ്മ, ആൻസി, സാം, അരുൺ, ഷിബിൻ തോമസ്, ഷാനു തോമസ്, ആശ, എലിസബത്ത്, ഇത്രയും പേരുകൾ മാത്രം പറയുമ്പോൾ എല്ലാ സൗഖ്യപ്പെട്ടവർക്കും വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മനസ്സിലും നമ്മളോട് ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും എല്ലാം സൗഖ്യം പ്രാപിച്ചവരാണ്. ഉള്ള അവസ്ഥ സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനും ദൈവരാജ്യത്തിന് മഹത്വം, ദൈവനാമത്തിന് മഹത്വം കൊടുക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ സ്പെഷ്യൽ ബ്ലെസ്സിങ്സിനായിട്ട് അപേക്ഷിച്ച നിഷ, സ്മിത, ആലിസ്, ഇവർക്ക് ലഭിച്ച ബ്ലെസ്സിങ്സിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മുന്നോട്ടുള്ള അവരുടെ ചലഞ്ചസ് അഭിമുഖീകരിക്കാൻ ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബർത്ത്ഡേസ് ആയിരുന്ന അനേകരുണ്ട്. ഷോണച്ചൻ, പി സി അർച്ചനൊക്കെ എല്ലാവരും ബർത്ത്ഡേസ് കഴിഞ്ഞവരാണ്. ധാരാളം ബഹുമാനപ്പെട്ട അച്ഛന്മാരും അല്ലാത്ത പ്രിയപ്പെട്ടവരും, മറിയ കുട്ടിച്ചേച്ചി, മേരി കുര്യൻ, മാമ, ആൻഡ്രൂ സച്ചാൻ എല്ലാവരും ഉണ്ട്. തക്ക സമയത്തല്ല എല്ലാവരെയും എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കുന്നതാണെങ്കിലും പ്രത്യേകമായിട്ട് അവരെ ഓർക്കുന്നു. 28 വർഷം ഓർഡിനേഷൻ കഴിഞ്ഞ ബഹുമാനപ്പെട്ട സാം മാത്യു അച്ഛനെ പ്രത്യേകമായ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. വിവാഹ വാർഷികം കഴിഞ്ഞ തമ്പാൻസൻ, സാലി കൊച്ചമ്മ, സൽമ, സാബു, ജോസ്, മിനി, ഇവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത്രയും പേരുകൾ മാത്രം പറയുമ്പോൾ എല്ലാവരുടെയും കാര്യം അറിയാൻ വയ്യ. അറിയുന്നവരെല്ലാം തന്നെ മനസ്സിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആര്യ, ലൈറ, ഈ കുഞ്ഞുങ്ങളുടെ ബാപ്റ്റിസം ആയിരുന്നു. സ്തോത്രത്തോടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ ബാപ്റ്റിസമായ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. ലഹരി, അതുപോലെ തന്നെ ഇന്റർനെറ്റ്, സൂയിസൈഡ് കൊണ്ട് ഭാവി എന്തെന്നറിയാത്ത കുഞ്ഞുങ്ങള്, ബൈബിള്, പ്രാർത്ഥന, കുദാശ, ആരാധന എല്ലാം മാറ്റിവെച്ച് എന്തെന്നറിയാതെ ജീവിക്കുന്ന പാവം കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ മക്കളെ, കുഞ്ഞുങ്ങളെ, ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് മനസ്സ് തൊന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർ ശുദ്ധീകരിക്കപ്പെടുന്നവർ നാമും ശുദ്ധീകരിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആൽബിൻ, മാത്യു, എവലിൻ, ജിയാൻ, ഇവർക്കൊക്കെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ആൻ, എലിസബത്ത്, ആൽബിറ്റ്, ഈ 2 പേരുണ്ട്. കാരലിൻ, ലോറൻസ്, ഹാന, എമിൽ, രാഹുൽ, റോഹൻ, ഈ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും മാറ്റം വരില്ല എന്ന് വിചാരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥന തുടരാം. അതേപോലെ തന്നെ ചർച്ചസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആരാധനാലയങ്ങൾ പടുത്തുയർത്തുമ്പോൾ ആരാധന ഏറ്റവും പ്രാധാന്യമുള്ളതാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് മണപ്പള്ളി ചർച്ചിന് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് കാൽഗറി ചർച്ച്, എഡ്മണ്ടൺ ചർച്ച്, ഹ്യൂസ്റ്റൺ സെന്റ് ഗ്രിഗോറിയോസ്, ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയോസ്, അറ്റ്ലാന്റ ചർച്ച്, എബി വിൽബച്ചന്റെ ചർച്ച്, ബർണവാസ് ചർച്ച്, എല്ലാ കൺസ്ട്രക്ഷൻ ചർച്ചസിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവരാജ്യ മഹത്വത്തിനായിട്ട് ഇതെല്ലാം തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ
അവർക്ക് ലഭിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഏഞ്ചൽ, ഷെറിൽ, ചിന്നു, ക്രിസ് മറിയ, ക്രിസ്റ്റി, CG, ദീപകശമ, ധന്യ, ഫ്ലോറ, ഗ്ലാഡിസ്, ഗ്രീസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളികളെ ലഭിക്കുന്നതും വിവാഹമേ വേണ്ടാന്ന് വയ്ക്കുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്, ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്ഷേമ, മിന്നു, അഞ്ജലി, താര, മറിയ, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. ഇവരെ ഓർത്ത് ലഭിച്ചവർ ദൈവ നിശ്ചയത്തിനെ ഓർത്ത് ദൈവ നിശ്ചയമാണോ എന്ന് അറിയുവാൻ വേണ്ടി സമർപ്പിച്ചവരുണ്ട്. എല്ലാവരെയും ഓർത്ത് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. വീണ്ടും യുദ്ധ, പീഡ, ക്രിസ്ത്യാനികളെ പെർസിക്യൂഷൻ, പുരോഹിതന്മാർ, കന്യാസ്ത്രീകൾ, സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ യുദ്ധം കൊണ്ടും അല്ലാതെ എല്ലാം പീഡ അനുഭവിക്കുന്നുണ്ട്. അവരെ എല്ലാം സമർപ്പിക്കുന്നു. അതേപോലെ വാങ്ങിപ്പോയ ആത്മാക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. 5-ാം മാർത്തോമയുടെ ഓർമ്മ ആണ്. CP ചാണ്ടി, കവി സഭാകവി ചാണ്ടി സാറിന്റെ ഓർമ്മയാണ്. അതുപോലെ ജേക്കബ്, ലിയോൺസ്, ലീലാമ, ഉതുപ്പ്, റോഹൻ, വർഗീസ് തറകൻ. അതേപോലെ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ഇപ്പോഴും വേദനയോടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആശ്രയ, കാരുണ്യ നിലയം ഇവയുള്ള വോളണ്ടറി സംഘടനകൾ, അനാഥർ, വിധവന്മാർ, ജോലി നഷ്ടപ്പെട്ടവര്, കുടുംബ സമാധാനം, സമാധാനം, ലോക സമാധാനം, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കാൻ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മെ തന്നെ താഴ്ത്തുന്നു. എല്ലാവരെയും വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട മിനി സാജനാണ്. മിനി സാജനും കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മിനി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. സ്തോത്രം പരിശുദ്ധ പിതാവേ, ഈ സൂം പ്രയർ വഴി ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിപ്പാനും എൻ്റെ അപ്പച്ചനെ സ്തുതിപ്പാനും ഇടയാക്കിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, ചുങ്കക്കാരനെ പോലെ മാറത്തടിച്ച് കരിഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണേ. ഞങ്ങളെ തന്നെ താഴ്ത്തി വിനയത്തോടെ അടുത്ത് സന്നിധിയിൽ വരുവാൻ ഞങ്ങളെ ഇടയാക്കണേ കർത്താവേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ഉപകാരങ്ങളൊന്നും ഓർക്കരുത്. എൻ്റെ സർവാന്തരമേ യഹോവയെ വാഴ്ത്തുക. കർത്താവെ, നിന്റെ അകൃത്യങ്ങളും ഒക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അപ്പ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് പറഞ്ഞ എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൗഖ്യം അവിടുത്തെ പക്കലുണ്ടല്ലോ. ആരെയും നീ അവിടുന്ന് കൈവിടല്ലേ അപ്പച്ച. അവിടുന്ന് അവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തവരെ അനുഗ്രഹിക്കണേ കർത്താവെ എന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തില്ല പിതാവേ. അവർ സഭയ്ക്ക് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ അവരെ സഹായിക്കണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്നവരെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ബുദ്ധിയും ശക്തിയും കഴിവും അറിവും തന്ന് അനുഗ്രഹിക്കണേ കർത്താവെ. സംസാരിപ്പാനുള്ള കഴിവിനെ തരണേ കർത്താവെ. വേണ്ടാത്തത് സംസാരിച്ച് പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന രീതി സംസാരിപ്പാനെന്ന് ഇടവരുത്തില്ലേ കർത്താവെ. ലോകം തരുന്ന സമാധാനം പോലെ അല്ല, ക്രിസ്തുവിന്റെ സമാധാനം അന്വേഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ അപ്പാ എന്ന് യാചിക്കുന്നു. സ്നേഹത്തിന്റെ ആത്മാവിനെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവെ. ക്രിസ്തുവിന്റെ സുഗന്ധമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണേ കർത്താവെ എന്ന് യാചിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് പറഞ്ഞ എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിൽ എത്തിയിട്ടും നടക്കാതെ പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് തക്കതായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പട്ടക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മേലധ്യക്ഷന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ വിട്ടുപോകുന്ന ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യുദ്ധവും കലവും ഒക്കെ നടക്കുന്നല്ലോ. പുത്രനായി സമാധാനമായി ഞങ്ങളുടെ ഇടയിലും അവരുടെ ഇടയിലൊക്കെ വാഴുമാറാണേ കർത്താവെ എന്ന് യാചിക്കുന്നു അപ്പച്ച. തമ്പുരാനെ, ഞങ്ങളെ നീ കൈവിടല്ലേ. ദാവീദ് പുത്ര, കുരുടൻ യാചിച്ചതുപോലെ കർത്താവെ, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്ന കർത്താവെ, ഞങ്ങളോട് നീ കരുണ തോന്നണമേ. ഞങ്ങളുടെ ഉള്ള കണ്ണുകളെ കൊണ്ട് എൻ്റെ അപ്പച്ചനെ കാണുവാൻ ഞങ്ങളോട് സഹായിക്കണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൗഖ്യവും ബലവും അവർക്ക് കൊടുക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർക്ക് കർത്താവെ ആയുസ്സും ആരോഗ്യവും കൊടുത്തവരെ അനുഗ്രഹിക്കണേ കർത്താവെ എന്ന് യാചിക്കുന്നു. പ്രാർത്ഥനയുടെ ആത്മാവിനെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് അരുളി ചെയ്ത കർത്താവെ. പ്രാർത്ഥനയുടെ ആത്മാവിനെ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവെ. സ്നേഹത്തിലെ സമാധാനത്തെ ക്ഷമയുടെ ആത്മാവിനെ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണേ അപ്പച്ചാന്ന് യാചിക്കുന്നു.
ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തല്ലേ അപ്പച്ച. ഞങ്ങൾക്ക് ഓരോ ദിവസവും ദാനമായി തരുമ്പോൾ ഇത് അപ്പച്ചൻ്റെ കൃപ മാത്രമാണെന്ന് മനസ്സിലാക്കി എൻ്റെ അപ്പച്ചൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി വിനയത്തോട് ജീവിക്കാനുള്ള കൃപ തരണേ കർത്താവേ. ഞങ്ങൾ അഹങ്കരിപ്പാൻ ഇടവരുത്തല്ലേ അപ്പ. സകലം എൻ്റെ അപ്പച്ചൻ്റെ കൃപ മാത്രമാവുന്നു. ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ എന്ന് മനസ്സിലാക്കി ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവേ എന്ന് യാചിക്കുന്നു. തമ്പുരാനെ, അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. സകലോപ്പച്ചന്റെ പുനതൃപാത്തിലെ സമർപ്പിക്കുന്നു. കേട്ട് ഉത്തരവുള്ള മാറാണമേ. ആമേൻ. ഐസകച്ചൻ ഉണ്ടെങ്കിൽ ആശീർവാദം പറയാമോ? പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാരൂഹായുടെ സംസർഗവും സഹവാസം കർത്താവെ കൂടി വന്ന എല്ലാവരുടെ നേരം ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളുടെയും മേൽ തന്നെ ഉണ്ടായി മാറാവുക. ആമേൻ. Amen. Smita Kurian. Glory be to the Father, Son, and the Holy Spirit. First and foremost, I would like to thank God Almighty for blessing us with this time to meet in His name. I thank our Diocesan Metropolitan, His Grace Dr. Thomas Mar Ivanios for his spiritual guidance, and especially I thank Father Ebi Abraham for all his support to our MMES. A very special thanks to Reverend Father Dr. Isaac B. Prakash Achin for the blessed message he gave. Thank you, Achin, from the bottom of our hearts. I know you were traveling. It was very nice of you to come to this meeting and give us this speech. I want to thank all the priests and shamashans and kochamas who were able to attend this meeting. Thank you to the Diocese MMES General Secretary Shini, Treasurer Sheena, and the backbone of this Friday fasting prayer, Elizabeth Auntie. Thanks to Mrs. Lali Vadakedam, Mrs. Ann Matthews, and Mrs. Rainey Mohan for taking the time to read the Bible during this meeting. Thank you to Mrs. Nisi Tankam Babu and Mrs. Ann Kudiakos for your melodious songs. Also, thank you to Anna Joy for agreeing to sing. I know technology sometimes is not on our side, but you agreed, so thank you. Thanks to Mrs. Mini Sajan for taking time to prayer in this meeting. Thanks to each and every one of you for taking your time to attend this meeting. I know it's not easy to be here on a Friday morning. May God Almighty continue to shower His blessings on all of us. Thank you. Okay, thank you, Smita.